ഇന്ത്യൻ ക്രിക്കറ്റിലെ ഏറ്റവും വർണ്ണാഭമായതും എന്നാൽ അങ്ങേയറ്റം വേദനിപ്പിക്കുന്നതുമായ ഒരു അധ്യായമാണത്. കൊച്ചിയിലെ ഒരു സാധാരണ കുടുംബത്തിൽ നിന്ന് ലോകം അറിയപ്പെടുന്ന ഒരു പേസ് ബോളറായി വളർന്ന ശ്രീശാന്തിൻ്റെ തകർച്ചയും അതിന് പിന്നിലെ നിഗൂഢതകളും ഒരു സിനിമാ കഥയേക്കാൾ നാടകീയമാണ്. ഇന്ത്യൻ ക്രിക്കറ്റിലെ ബാഡ് ബോയ് എന്ന് മുദ്രകുത്തപ്പെട്ടുവെങ്കിലും ഒരു മലയാളി എന്ന നിലയിൽ ശ്രീശാന്ത് അനുഭവിച്ച മാറ്റിനിർത്തലുകളും ഗൂഢാലോചനകളും ഇന്നും ചർച്ചാ വിഷയമാണ്. ശാന്തമായ കടലല്ലായിരുന്നു അയാൾ, ആർത്തലച്ചു വരുന്ന ഒരു സുനാമിയായിരുന്നു. മൈതാനത്തേക്ക് അയാൾ നടന്നു വരുന്നത് വെറും ഒരു ബോളറായല്ല, മറിച്ച് ഒരു പോരാളിയായാണ്. കൃത്യമായ സീമും വായുവിൽ മാന്ത്രിക കാട്ടുന്ന സ്വിങ്ങും ബാറ്റ്സ്മാൻ്റെ ഹെൽമെറ്റിൽ ചുംബിക്കുന്ന ബൗൺസറുകളും ശ്രീശാന്ത് എന്ന പേര് ലോകോത്തര ബാറ്റ്സ്മാൻമാരുടെ ഉറക്കം കെടുത്തിയ കാലമായിരുന്നു അത്. വിക്കറ്റ് തെറിക്കുന്ന ആ നിമിഷം അയാൾ നടത്തുന്ന ആ വന്യമായ ആഘോഷം അതൊരു ലഹരിയാണ്. മുട്ടുകുത്തി നിന്ന് ആകാശത്തേക്ക് നോക്കി ആക്രോശിക്കുന്ന ശ്രീശാന്ത് ഗാലറികളെ ആവേശത്തിൻ്റെ കൊടുമുടിയിലെത്തിക്കുമായിരുന്നു. 2005 ശ്രീലങ്കയ്ക്കെതിരെ അരങ്ങേറ്റം കുറിച്ച ശ്രീശാന്ത് തൻ്റെ സ്വിങ്ങും വേഗതയും കൊണ്ട് ലോകോത്തര ബാറ്റ്സ്മാൻമാരെ വിറപ്പിച്ചു. 2007 T20 ലോകകപ്പും 2011 ഏകദിന ലോകകപ്പും ഇന്ത്യ നേടുമ്പോൾ ശ്രീശാന്ത് ആ വിജയങ്ങളുടെ ഭാഗമായിരുന്നു. ദക്ഷിണാഫ്രിക്കൻ പര്യടനത്തിൽ ആൻഡ്രെ നെല്ലിനെതിരെ സിക്സർ അടിച്ച ശേഷം അദ്ദേഹം നടത്തിയ ആഘോഷം ഇന്നും കായിക പ്രേമികളുടെ ഓർമ്മയിലുണ്ട്. മൈതാനത്തെ ആ ആക്രമണോത്സുകതയാണ് അദ്ദേഹത്തിന് പല ശത്രുക്കളെയും നേടിക്കൊടുത്തത്. 2013 മെയ് 16 ശ്രീശാന്തിൻ്റെയും ഒപ്പം മറ്റ് 2 രാജസ്ഥാൻ റോയൽസ് താരങ്ങളുടെയും അറസ്റ്റ്. IPL വാതുവെപ്പിൽ പങ്ക് ആരോപിച്ചായിരുന്നു ഡൽഹി പോലീസ് അദ്ദേഹത്തെ മുംബൈയിൽ നിന്ന് പിടികൂടിയത്. 6ാം പന്തിൽ 14 റൺസ് വിട്ടുകൊടുക്കാൻ വേണ്ടി പാൻറിൽ ടവൽ തിരുകി സിഗ്നൽ നൽകി എന്നതായിരുന്നു പ്രധാന ആരോപണം. എന്നാൽ ഈ കേസിനു പിന്നിൽ വലിയ ഗൂഢാലോചനകൾ ഉണ്ടായിരുന്നതായി ശ്രീശാന്തിനെ അനുകൂലിക്കുന്നവരും പല നിരീക്ഷകരും ഇന്നും വിശ്വസിക്കുന്നു. ശ്രീശാന്തിനെ പോലുള്ള ആക്രമണോത്സുകനായ ഒരു താരത്തെ ടീമിന് പുറത്താക്കാൻ പല ഉന്നതരും ആഗ്രഹിച്ചിരുന്നു. അദ്ദേഹത്തിൻ്റെ സ്വഭാവ രീതികൾ പല സീനിയർ താരങ്ങൾക്കും BCCI ഉദ്യോഗസ്ഥർക്കും അസ്വസ്ഥതയുണ്ടാക്കിയിരുന്നു. ഡൽഹി പോലീസ് ഹാജരാക്കിയ പല തെളിവുകളും കോടതിയിൽ നിലനിൽക്കാത്തവയായിരുന്നു. ഫോൺ സംഭാഷണങ്ങളിൽ ശ്രീശാന്തിൻ്റെ ശബ്ദമില്ലായിരുന്നുവെന്നും ജിജു ജനാർദ്ദനൻ എന്ന സുഹൃത്തുമായുള്ള സംഭാഷണങ്ങൾ തെറ്റായി വ്യാഖ്യാനിക്കപ്പെട്ടതാണെന്നും പിന്നീട് വ്യക്തമായി. സാധാരണയായി അധോലോക സംഘങ്ങൾക്കെതിരെ ചുമത്തുന്ന മക്കോക്ക നിയമം ശ്രീശാന്തിനെതിരെ ഉപയോഗിച്ചത് അദ്ദേഹത്തെ ജയിലിൽ തളച്ചിടാൻ വേണ്ടിയുള്ള ആസൂത്രിത നീക്കമായിരുന്നോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. 2015 പാട്യാല ഹൗസ് കോടതി ശ്രീശാന്തിനെ എല്ലാ കുറ്റങ്ങളിൽ നിന്നും വിമുക്തനാക്കി. അദ്ദേഹത്തിനെതിരെ തെളിവുകളില്ലെന്ന് കോടതി വ്യക്തമാക്കി. എന്നാൽ BCCI ഏർപ്പെടുത്തിയ ആജീവനാന്ത വിലക്ക് പിൻവലിക്കാൻ അധികൃതർ തയ്യാറായില്ല. BCCI എന്ന സ്വകാര്യ സംഘടനയ്ക്ക് ഒരു വ്യക്തിയുടെ കരിയർ നശിപ്പിക്കാൻ എത്രത്തോളം അധികാരമുണ്ടെന്ന വലിയ ചോദ്യം ഇവിടെ ഉയർന്നു വന്നു. സുപ്രീം കോടതി വരെ നീണ്ട നിയമ പോരാട്ടത്തിനൊടുവിൽ 2019 അദ്ദേഹത്തിൻ്റെ ശിക്ഷ 7 വർഷമായി കുറച്ചത്. 2020 സെപ്റ്റംബറിൽ ആ വിലക്ക് അവസാനിച്ചു. തൻ്റെ യൗവനത്തിലെ ഏറ്റവും മികച്ച 7 വർഷങ്ങൾ ശ്രീശാന്തിന് നഷ്ടമായി. ഒരു ഫാസ്റ്റ് ബൗളറെ സംബന്ധിച്ചിടത്തോളം അത് തൻ്റെ കരിയറിൻ്റെ അവസാനവുമായിരുന്നു. ശ്രീശാന്തിൻ്റെ ദുരന്ത കഥ അവിടെയും അവസാനിക്കുന്നില്ല. അടുത്തിടെ നടന്ന കേരള ക്രിക്കറ്റ് ലീഗുമായി ബന്ധപ്പെട്ട് വീണ്ടും അദ്ദേഹത്തിന് വിലക്ക് നേരിടേണ്ടി വന്നു. സഞ്ജു സാംസണെ ചാമ്പ്യൻസ് ട്രോഫി ടീമിൽ ഉൾപ്പെടുത്താത്തതിനെതിരെ പ്രതികരിച്ചതും കേരള ക്രിക്കറ്റ് അസോസിയേഷനെ വിമർശിച്ചതുമാണ് ഈ പുതിയ വിലക്കിന് കാരണം. 3 വർഷത്തേക്കാണ് KCA അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്തിരിക്കുന്നത്. ഹർഭജൻ സിംഗുമായുള്ള സ്ലാപ്പ് വിവാദം ശ്രീശാന്തിനെ ഒരു വിവാദ പുരുഷനാക്കി മാറ്റുന്നതിൽ പ്രധാന പങ്കുവഹിച്ചു. അറസ്റ്റിന് പിന്നാലെ മലയാളി മാധ്യമങ്ങൾ ഉൾപ്പെടെ ശ്രീശാന്തിനെ ഒരു കുറ്റവാളിയായി മുദ്രകുത്തി. സത്യം പുറത്തു വന്നപ്പോഴേക്കും അദ്ദേഹത്തിന് എല്ലാം നഷ്ടപ്പെട്ടിരുന്നു. ശ്രീശാന്ത് വെറുമൊരു കളിക്കാരൻ മാത്രമല്ല, മറിച്ച് വ്യവസ്ഥിതികളോട് പൊരുതി തോറ്റുപോയ ഒരു പ്രതിഭ കൂടിയാണ്. ഗൂഢാലോചനകൾ ഉണ്ടായിട്ടുണ്ടാകാം, ശത്രുക്കൾ അദ്ദേഹത്തെ വേട്ടയാടിയിട്ടുണ്ടാകാം. പക്ഷേ മൈതാനത്തെ ആ ആവേശം ഇന്നും ആരാധകർക്ക് പറഞ്ഞറിയിക്കാനാവാത്തതാണ്. തൻ്റെ തെറ്റുകൾ തുറന്നു പറയാൻ മടിക്കാത്ത, അതേസമയം താൻ ചെയ്യാത്ത കുറ്റത്തിന് ക്രൂശിക്കപ്പെട്ട ശ്രീശാന്തിൻ്റെ ജീവിതം ഇന്ത്യൻ കായിക ചരിത്രത്തിലെ ഒരു നൊമ്പരമായി തന്നെ നിലനിൽക്കും. തൻ്റെ 42ാം വയസ്സിലും അബുദാബി T10 ലീഗിലൊക്കെ തകർപ്പൻ പ്രകടനം കാഴ്ചവെക്കുന്ന ശ്രീശാന്ത് തെളിയിക്കുന്നത് ഒന്നേയുള്ളൂ: പ്രതിഭയെ വിലക്കാൻ ആർക്കും കഴിയുകയില്ല. ശ്രീശാന്തിൻ്റെ കരിയറിലെ തകർച്ചയ്ക്ക് കാരണമായ 2013 അറസ്റ്റിലേക്ക് നയിച്ച സാഹചര്യങ്ങൾ പരിശോധിക്കുമ്പോൾ അതിനു മുൻപ് തന്നെ അദ്ദേഹത്തിനെതിരെ വ്യക്തമായ നീക്കങ്ങൾ നടന്നതായി കാണാം. ഇന്ത്യൻ ക്രിക്കറ്റിലെ പല പ്രമുഖർക്കും ശ്രീശാന്തിൻ്റെ അമിതമായ ആത്മവിശ്വാസവും ആക്രമണോത്സുകതയും അസ്വസ്ഥതയുണ്ടാക്കിയിരുന്നു. ശ്രീശാന്തിനെതിരെ നടന്ന ഗൂഢാലോചനയുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്ന ചില പോയിന്റ്സ് കൂടി നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം.
2011 ലോകകപ്പിന് ശേഷം ശ്രീശാന്തിനെ ടീമിൽ നിന്ന് പുറത്താക്കാനുള്ള നീക്കങ്ങൾ ശക്തമായിരുന്നു. ശ്രീശാന്ത് തൻ്റെ വൈകാരികത നിയന്ത്രിക്കാൻ പഠിക്കണം, അല്ലെങ്കിൽ ടീമിൽ സ്ഥാനമുണ്ടാകില്ല എന്ന തരത്തിലുള്ള പ്രസ്താവനകൾ അന്നത്തെ ക്യാപ്റ്റൻ ധോണിയിൽ നിന്നും കോച്ച് ഗാരി കേസ്റ്റനിൽ നിന്നും ഉണ്ടായിരുന്നു. ഇത് അദ്ദേഹത്തെ ടീമിൽ നിന്ന് പുറത്താക്കാനുള്ള മാനസികമായ ഒരു തയ്യാറെടുപ്പായി പലരും കാണുന്നു. ശ്രീശാന്തിനെ ഒരു പ്രശ്നക്കാരനായി ലോകത്തിന് മുന്നിൽ കാണിക്കാൻ ഹർഭജൻ സിംഗുമായുള്ള സ്ലാപ്പ് വിവാദം നല്ല രീതിയിൽ ഉപയോഗിക്കപ്പെട്ടു. ഹർഭജൻ സിംഗ് ശ്രീശാന്തിനെ തല്ലിയപ്പോൾ മാധ്യമങ്ങൾ ചർച്ച ചെയ്തത് ശ്രീശാന്ത് എന്തു പറഞ്ഞു എന്നതായിരുന്നു. അവൻ പ്രകോപിപ്പിച്ചു, അതുകൊണ്ടാണ് തല്ലിയത് എന്ന തരത്തിലുള്ള പ്രസ്താവനകൾ ശ്രീശാന്തിനെ ഒരു വില്ലനാക്കി മാറ്റാൻ സഹായിച്ചു. ഇതിന് പിന്നിൽ ഗൂഢാലോചനയുണ്ടെന്ന് അദ്ദേഹം പിന്നീട് പല അഭിമുഖങ്ങളിലും സൂചിപ്പിച്ചിട്ടുമുണ്ട്. ഇന്ത്യൻ ടീമിനുള്ളിൽ ശ്രീശാന്ത് ഒരു ഔട്ട്സൈഡറായി പലപ്പോഴും മുദ്രകുത്തപ്പെട്ടിരുന്നു. കൊച്ചിയിൽ നിന്ന് വന്ന ഈ ചെറുപ്പക്കാരൻ്റെ വളർച്ച പല സീനിയർ താരങ്ങൾക്കും ദഹിക്കുന്നതായിരുന്നില്ല. അവൻ ടീമിൻ്റെ അച്ചടക്കം നശിപ്പിക്കുന്നു എന്ന രീതിയിലുള്ള പ്രസ്താവനകൾ ഡ്രസ്സിംഗ് റൂമിനുള്ളിൽ നിന്ന് തന്നെ ഉയർന്നു വന്നിരുന്നു. BCCIയുടെ പല ഉന്നതരും ശ്രീശാന്തിൻ്റെ പെരുമാറ്റം നിയന്ത്രിക്കണം എന്ന ആവശ്യവുമായി നിരന്തരം രംഗത്തെത്തുകയും ചെയ്തിരുന്നു. ഡൽഹി പോലീസ് ആരോപിച്ച ടവൽ സിഗ്നൽ എന്നത് ഒരു വലിയ ഗൂഢാലോചനയുടെ ഭാഗമായിരുന്നു എന്ന് പിൻകാലത്ത് തെളിയിക്കപ്പെട്ടു. ശ്രീശാന്ത് എപ്പോഴും പ്യുവർ സ്ലോപ്പ് ഉപയോഗിക്കുന്ന വ്യക്തിയായിരുന്നു. വിയർപ്പ് തുടയ്ക്കാൻ ടവൽ ഉപയോഗിക്കുന്നത് അദ്ദേഹത്തിൻ്റെ ശീലമായിരുന്നു. എന്നാൽ പോലീസ് ഇതിനെ വാതുവെപ്പുകാർക്കുള്ള സിഗ്നലായി ചിത്രീകരിച്ചു. ശ്രീശാന്തിനെ കുടുക്കാൻ വേണ്ടി മാത്രം രൂപപ്പെടുത്തിയ ഒരു തിയറി ആയിരുന്നു ഇതെന്നും അദ്ദേഹത്തിൻ്റെ പ്രശസ്തി ഇല്ലാതാക്കാൻ ഉന്നത ഉദ്യോഗസ്ഥർ നൽകിയ നിർദ്ദേശമായിരുന്നു ഇതെന്നും പിന്നീട് ആക്ഷേപങ്ങൾ ഉയർന്നു. ദേശീയ തലത്തിൽ മാത്രമല്ല, കേരള ക്രിക്കറ്റിനുള്ളിലും ശ്രീശാന്തിനെതിരെ ലോബികൾ പ്രവർത്തിച്ചിരുന്നു. ശ്രീശാന്ത് വളർന്നു വരുന്നത് പല പ്രാദേശിക ഭാരവാഹികൾക്കും തങ്ങളുടെ അധികാരത്തിന് ഭീഷണിയായി തോന്നിയിരുന്നു. അദ്ദേഹത്തിൻ്റെ വ്യക്തിത്വത്തെ ഹനിക്കുന്ന തരത്തിലുള്ള പ്രസ്താവനകൾ KCA വൃത്തങ്ങളിൽ നിന്നും അക്കാലത്ത് വന്നിരുന്നു. എന്നെ അറസ്റ്റ് ചെയ്യുന്നതിന് മുൻപ് തന്നെ എൻ്റെ കരിയർ അവസാനിപ്പിക്കാൻ ചിലർ തീരുമാനിച്ചിരുന്നു. പോലീസ് എന്നത് വെറുമൊരു ആയുധം മാത്രമായിരുന്നു. ശ്രീശാന്ത് പിന്നീട് ഒരു അഭിമുഖത്തിൽ പറഞ്ഞതാണിത്. ഈ സംഭവങ്ങളെല്ലാം കൂട്ടി വായിക്കുമ്പോൾ ശ്രീശാന്തിൻ്റെ അറസ്റ്റ് പെട്ടെന്നുണ്ടായ ഒന്നല്ലെന്നും ഒരു നീണ്ടകാലത്തെ ഗൂഢാലോചനയുടെയും വ്യക്തിപരമായ വിദ്വേഷത്തിൻ്റെയും പരിസമാപ്തിയായിരുന്നുവെന്നും ചിലർ വിചാരിച്ചാൽ അവരെ കുറ്റം പറയാനാവില്ല.